أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സ്റ്റേജിലുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നാട്ടുപ്രമാണിമാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ആ പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ മുന്നിലെ കസാല ഫുള്ളാക്കണമല്ല. ഉസ്താദ് എപ്പോഴും സദസ്സുകളൊക്കെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കും. പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ മുന്നിലേക്ക് വരിക. പിന്നീട് വരുന്ന ആളുകൾ പിന്നിലിരുന്നോട്ടെ, സദസ്സിന് ഒരു ഭംഗി ഉണ്ടാകണം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവരുടെ പാദസ്പർശമേറ്റ ഒരു നാട്ടിലാണ് നാം കൂടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനാ നവറല്ലാഹു മർഖദഹു മഹാനവറുകൾ തൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം ഈ നാട്ടിൽ തന്നെ ആയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പ്രായമുള്ള ആളുകളൊക്കെ ഉസ്താദിൻ്റെ പ്രവർത്തനവും ഉസ്താദിൻ്റെ അദബുകളും ശീലങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ യഥാർത്ഥത്തിൽ അച്ചിപ്പറക്കാരൻ എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ടവർ അറിയപ്പെട്ടത് അത്തിപ്പറ്റ ഉസ്താദ് എന്ന പേരിലാണ്. മഹാന്മാരായ ഒരുപാട് ആളുകൾ അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയും അതിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശൈഖുനാ ഉസ്താദ് അവരുടെ ഷെയ്ഖ് സഅദുദ്ദീൻ മുഹമ്മദ് സലീം മുറാദ് അവറുകൾ ഹമായിലായിരുന്നു ജീവിതത്തിൽ, സിറിയൽ ഹമാ എന്ന സ്ഥലത്ത്. ബഹുമാനപ്പെട്ടവർ അവിടെ നിന്നും ജിദ്ദയിലേക്ക് പോയി അവിടെ വഫാത്തായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ജന്നത്തുൽ ബഖീലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങൾ മഹാനവറുകൾ സിറിയയിൽ ഹലബിൽ ജീവിച്ചു, അവിടെ വളർന്നു. ജോർദാനിൽ ഒരുപാട് കാലം തരീഖത്തും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മദീനയിലും ജീവിക്കുകയും അവിടെ നിന്ന് തുർക്കിയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അന്ത്യവിശ്രമം കൊള്ളുന്ന തുർക്കിയിലാണ്. മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഞങ്ങളുടെ പിതാമഹൻ അച്ചിപ്പറത്തങ്ങൾ ബാലവി, യഥാർത്ഥത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ഈ നാട്ടുകാരനല്ല. പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയും. ഇന്ന് കുറ്റിപ്പുറം നാഷണൽ ഹൈവേക്ക് അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ബാലവി എന്നവർ അറിയപ്പെടുന്ന അച്ചിപ്പറത്തങ്ങൾ എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ നാട്ടുകാരനല്ല. ബഹുമാനപ്പെട്ട പറപ്പൂർ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് സൈനുദ്ദീൻ കോയത്തങ്ങൾ വാലി എന്നവരുടെ മകനാണ്. അവിടെയാണ് ജീവിച്ചതൊക്കെ. പക്ഷേ വിവാഹത്തിന് ശേഷം ഇവിടെ വന്ന് ജീവിച്ചു. അച്ചിപ്പറത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ അന്ത്യവിശ്രമം കൊള്ളുന്നത് കുറ്റിപ്പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ മഹാന്മാരെ കൊണ്ടും ദീന് നിലനിർത്തുവാൻ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാകും. ആ സംവിധാനങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളതും മത്തിപ്പറ്റയിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു കാണും. ഞമ്മൾക്കൊന്നും അറിയില്ല എന്താണ് അള്ളാഹുവിൻ്റെ തീരുമാനമെന്ന്. മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനത്തെയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ 1936 സെപ്റ്റംബർ 18 ഉദിച്ച ഒരു വെള്ളി നക്ഷത്രം
2018 ഡിസംബർ 19 ആ നക്ഷത്രത്തിന്റെ പ്രഭ ലോകമാകെ വ്യാപിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം നേരിട്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ പോയിന്റുകളും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ഏറ്റവും വലിയ പ്രവർത്തനം അല്ലെങ്കിൽ സ്വഭാവം അദബ് പാലിക്കുക എന്നായിരുന്നു. നമുക്ക് ഇന്ന് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കുറവുള്ളതും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന പറയാറുണ്ട്, അദബ് പൊടിയും അമല് ഉപ്പുമാണെന്ന്. പറഞ്ഞതിനർത്ഥം, നമ്മളൊരു ചപ്പാത്തി ചുടുകയാണെങ്കിൽ അതിന് കൂടുതൽ വേണ്ടത് എന്താണ്? പൊടി, ഗോതമ്പത്തിന്റെ പൊടി. അതിലേക്ക് ചേർക്കേണ്ടത് എന്താണ്? വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉപ്പ്. എന്നാൽ അതുപോലെയാണ് അമല് കുറച്ചുണ്ടായാൽ മതി. ബഹുമാനപ്പെട്ട ശൈഖുന എപ്പോഴും ഒന്ന് പറയാറുണ്ട്, ആ അദബ് പാലിക്കുന്ന ആളുകൾക്ക് വലിയ മഹത്വം ഉണ്ടാവുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അദബായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ ഒരു പടി ശബ്ദത്തിൽ പറയുന്ന ആളുകളോട് ഖുർആൻ താക്കീത് ചെയ്തത് അവരുടെ അമലുകൾ ഡിലീറ്റായി പോകുന്നു. ഡിലീറ്റായി പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയും. പഴയ കാലത്തില്ല, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ അറിയാം ഡിലീറ്റായി പോകുന്നു. ആ അമലൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ അത് അദബാ. അങ്ങനെ ഒരുപാട് അദബിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന അവർകള് കൂടെ നടക്കുന്ന ആളുകളൊക്കെ ആ അദബ് പഠിപ്പിക്കും. അത് ശൈഖുനായുടെ പ്രത്യേക ഒരു സംവിധാനം. പറഞ്ഞു പഠിപ്പിക്കാറില്ല, ചെയ്ത് പഠിപ്പിക്കാറാണ്. ഓരോ കുട്ടികൾക്ക്, ഓരോ വിദ്യാർത്ഥികൾക്ക്, ഓരോ വലിയ മനുഷ്യന്മാർക്ക്, ഉസ്താദിന്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ അത് പഠിപ്പിക്കും. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനയുടെ വിദ്യാഭ്യാസ ബോർഡ് ആദ്യം പഠിപ്പിക്കുന്നത് അദബുൻ എന്ന പാഠം. ആ അദബില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ശൈഖുന അവരുകള് പറയുന്നത്, കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കണം എന്ന് പറയാറല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുക്കല. ഓരോ കാര്യത്തിലും നാം എന്ത് ചെയ്യുമ്പോഴും അദബുണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദറത്തിലൊക്കെ ചെന്ന് ശൈഖുന അവരുകൾ നിൽക്കുന്നതൊക്കെ കണ്ടാൽ അദബ് എങ്ങനെയാണെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ ചെരുപ്പിട്ട് നടക്കാറില്ല എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയത്. ഇതൊക്കെ സാധിക്കണതാണോ എന്ന് ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ സാധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ബോധ്യപ്പെടുത്തുന്നുണ്ട്. ജന്നത്തുൽ ബഖീയിലേക്ക് ഒരുപാട് പ്രാവശ്യം ബഹുമാനപ്പെട്ടവരുടെ കൂടെ അവിടെ സിയാറത്ത് ചെയ്യാൻ ഈ വിനീതന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയത്താണെങ്കിലും ചരക്കിലുള്ള സമയത്താണെങ്കിലും ഇപ്പൊക്കെ ജന്നത്തുൽ ബഖീയിലൊക്കെ നടപ്പാതകളൊക്കെ നല്ല കല്ല് പതിച്ച് നല്ല രൂപത്തിലാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് 1980-84 കാലഘട്ടത്തിലൊക്കെ അവിടെ കല്ലുകളായിരുന്നു, ചരക്കല്ലുകളായിരുന്നു. നടക്കാൻ പ്രയാസമാണ്. ശൈഖുന അതിനകത്തേക്ക് കയറിയാൽ ഒരു മൂലക്ക് ചെരുപ്പഴിച്ചു വെക്കും, ചെരുപ്പില്ലാതെ നടക്കുക. എനിക്കൊന്നും സാധിക്കാറില്ല. ഞാൻ ബുദ്ധിമുട്ട് പ്രയാസം കുറവുള്ള സമയത്തൊക്കെ ഞാനും ശൈഖുനാന്റെ കൂടെ ചെരുപ്പഴിച്ച് വെച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ പ്രയാസമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ചെരുപ്പിട്ട് തന്നെ നടന്നിട്ടുണ്ട്. സാധിക്കൂല, എന്താ ചെയ്യുക? അപ്പൊ മഹാന്മാരായ ആളുകൾക്ക് അങ്ങനെ അദബ് പാലിക്കാനുള്ള തൗഫീഖ് റബ്ബ് കൊടുക്കണതാ. നമ്മളെപ്പോലത്തെ ആളുകൾക്ക് സാധിച്ചോളണമെന്നില്ല. പക്ഷേ മാക്സിമം നമ്മളൊക്കെ അത് പിൻപറ്റണം. അപ്പൊ ഏത് കാര്യത്തിലാണെങ്കിലും അദബ് പാലിക്കും. ശൈഖുനാടെ കൂടെ യാത്ര ചെയ്താൽ ഒരുപാട് അദബുകൾ പഠിക്കും. അദബ് പഠിപ്പിക്കും, ഓട്ടോമാറ്റിക്കിന് പഠിപ്പിക്കും. അതാണ് ശൈഖുനായുടെ സിസ്റ്റം. നമ്മൾ അദബിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടത്.
ആദ്യമായി നാമൊക്കെ അദബ് പാലിക്കേണ്ടത് അവരവരുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളോട് അദബ് പാലിക്കാത്തവന്റെ കാര്യം 100% പോക്കാം. എന്താ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠാണത്. അദബ് വേണം. തൻ്റെ ഉമ്മയോട് അല്പം, ഉമ്മേനേക്കാൾ ഒരു പൊടി ഒരു സ്നേഹം തൻ്റെ ഭാര്യക്ക് നൽകിയോ എന്ന് ഉമ്മ സംശയിച്ച ഒരു സഹാബിയായിരുന്നു അൽഖമ റളിയല്ലാഹു അൻഹു. അൽഖമ റളിയല്ലാഹു അൻഹു പിന്നെ ദിക്ർ ചൊല്ലാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് ചരിത്രം അറിയാം. എന്താണ് ആ സാധിക്കാതിരുന്നത്? തൻ്റെ ഉമ്മയുടെ തൃപ്തിക്കുറവ്, ചെറിയ അദബ് പാലിക്കാത്ത കാര്യം. അപ്പൊ ആദ്യം ഈ സദസ്സിലുള്ള ആളുകളൊക്കെ പഠിക്കേണ്ടത് അദബാണ്. തൻ്റെ മാതാപിതാക്കളോട് അതുകൊണ്ടായിരിക്കണം, അവരോട് അദബ് പാലിക്കണം. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പറയരുത് അവരോട്. മുഖത്ത് നോക്കി ഛേ എന്ന് പറയരുതെന്നാണ് കുറെ തഫ്സീറിലൊക്കെ ഉള്ളത്. ചില തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഛേ എന്ന് പറയാൻ പാടില്ല, അത് കുറച്ച് കൂടിപ്പോയി. ഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം പറയാൻ പറ്റിയ ഒരു അക്ഷര ഫ. അപ്പൊ ഉഫ് അത്ര പോലും പറയാൻ പാടില്ല എന്ന്. എന്നാൽ ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വൃദ്ധസദനങ്ങളിലൊക്കെ മാതാപിതാക്കളെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നൊരവസ്ഥ. യഥാർത്ഥത്തിൽ നാം കുട്ടികൾക്ക് ജീവിതത്തിൽ അദബ് പഠിപ്പിക്കാത്തത് കൊണ്ട്. ശൈഖുന എപ്പോഴും പറയാറുണ്ട് കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം. കുട്ടികൾ അദബ് പഠിക്കണമെങ്കിൽ നാം അദബുള്ളവരായി തീരണം. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ കണ്ടാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കിന് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കും. വലത് കൈകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് കണ്ടാൽ കുട്ടികൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കും. ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് വാല് പറഞ്ഞ് കേട്ടത് കൊണ്ട് കാര്യമില്ല, ഒരുപാട് അധ്യാപകർ ക്ലാസ് എടുത്തുകൊണ്ട് കാര്യമില്ല. തൻ്റെ കുട്ടിക്ക് ആ മാതാവ് ശീലിപ്പിക്കുന്ന കാര്യങ്ങള് അതൊക്കെ ദീനീ ചിട്ടയനുസരിച്ച് ആ അതനുസരിച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഒരുപാട് കാലം പഠിക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടും. അതിൻ്റെ അർത്ഥം പഠിക്കണ്ട എന്നല്ല, പഠിക്കണം. അപ്പൊ അദബ് പാലിക്കാൻ ശീലിപ്പിക്കേണ്ടത് ഉമ്മമാരാണ്. മദർ ടങ് എന്നാണല്ലോ പറയല്. എന്താ ഉമ്മാന്റെ ഭാഷ, ഉമ്മാന്റെ നാവ്. നിങ്ങളെ സാധാരണ മാതൃഭാഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മലയാളം. എന്നാൽ നമ്മൾ മലയാളം മാത്രമല്ല, നമ്മൾ കോഴിക്കോട്ടുകാരിയുടെ കുട്ടി കോഴിക്കോടൻ ഭാഷ സംസാരിക്കും, കണ്ണൂർക്കാരിയുടെ കുട്ടി കണ്ണൂർ ഭാഷ സംസാരിക്കും, സ്റ്റേറ്റുകാരിയുടെ കുട്ടി സ്റ്റേറ്റ് ഭാഷ സംസാരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇതൊക്കെ കുട്ടികൾക്ക് ശീലിപ്പിക്കേണ്ടത് ഉമ്മമാരാണ്. ഉമ്മമാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളോട് അദബ് പാലിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഇതൊക്കെ ശൈഖുന എപ്പോഴും പറയാനുള്ളതും ജീവിതത്തിൽ കാണിച്ചു തരാറുള്ളത്. ഓരോ കാര്യത്തിലും അത് പഠിക്കും. ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ കൂടെ ഉംറ യാത്രയിലായിരുന്നു. യാത്ര അമീർ ഉസ്താദ് കൂട്ടത്തിലുണ്ടെങ്കിൽ ഉസ്താദ് പറയും തങ്ങളാണ്. ഏത് തങ്ങളാണെങ്കിലും അവരാണ് ഇക്കാരം അമീർ. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുന യാത്ര ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഓരോ നിർദ്ദേശങ്ങളും അനുസരിച്ചേ നാം ചെയ്യാറുള്ളൂ. നമ്മൾ മദീനത്തിൽ നിന്നും ഇഹ്റാം ചെയ്ത് വരികയാണ്. ദുൽഹലൈഫയിൽ നിന്ന് 48 പേര് ഇഹ്റാം ചെയ്ത് ഒരു വലിയ ബസ്സിൽ പോരുകയാണ്. ഇഹ്റാമിൻ്റെ അവിടെ വെച്ച് ഞങ്ങളുടെ ഡ്രൈവർ ചോദിച്ചു, ഞാൻ ഇഹ്റാം ചെയ്യട്ടെ. എന്തിനാണ് ഡ്രൈവർക്ക് ഞങ്ങളെ പെർമിഷൻ ഇഹ്റാം ചെയ്യാം? അങ്ങനെ ഉണ്ട്. ഇഹ്റാമിലുള്ള ഡ്രൈവറെ മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ വണ്ടി അവിടെ 22 കിലോമീറ്റർ അകലെ ഹജ്ജിലിടും, പാർക്കിങ്ങിലിടും. അവിടെ തങ്ങണ്ട് വേറെ വണ്ടി പിടിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ആ കാരണത്താൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇഹ്റാം ചെയ്യാൻ പറ്റൂല എന്നല്ല, പറ്റാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു
എതിര് പറഞ്ഞ് അവൻ അതിന് പിന്തിരിപ്പിക്കും. നമ്മൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി. ശൈഖുനാ ഉസ്താദ് അവர்களോട് ഇദ്ദേഹം വന്ന് ചോദിച്ചു, ഞാൻ ഹെഹ്റാം ചെയ്യട്ടെ? ഉസ്താദ് പറഞ്ഞു ഹെഹ്റാം ചെയ്തു. ഞങ്ങൾ മക്കത്തെത്തി. 22 കിലോമീറ്റർ അകലെ വണ്ടി നിർത്തി. പോലീസ് പാർക്കിങ്ങിലേക്ക് വണ്ടി കയറ്റി. ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി സാധനമൊക്കെ പുറത്തിറക്കി. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഡ്രൈവർമാർ, സൗദി ഡ്രൈവർമാർ 20 സീറ്റ്, 30 സീറ്റ്, 40 സീറ്റ്, 50 സീറ്റൊക്കെ ഉള്ള വണ്ടിയുള്ള ഡ്രൈവർമാർ വന്ന് ചോദിക്കും, ഹറമിലേക്ക് പോകുന്നില്ലേ? ഞാനാണ് അമീർ, അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം, അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കാ. ഞാൻ 1-2 ആളുകൾ വന്ന് ചോദിച്ചപ്പോൾ മായറോഹ എന്ന് പറയും. മായറോഹ എന്നാണ് പോകണില്ല എന്ന്. പക്ഷേ ഈ പോകണില്ല എന്ന് പറയാൻ കാരണം ഓരോരുത്തർ നമുക്ക് പറ്റിയ വണ്ടിയില്ല, അതുകൊണ്ടാണ്. ഉസ്താദ് ഇത് കേട്ട് പറയുന്നത്. എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? മായറോഹ എന്നോ? അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മൾ മക്കത്തേക്കല്ലേ, ഹറമിൽക്കല്ലേ പോകുന്നത്? പിന്നെ ഈ ആളോട് നമ്മൾ എന്താ പറയേണ്ടത്? ഉസ്താദിനോട് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. ഉസ്താദ് പറഞ്ഞ് അങ്ങനെ പറയാൻ പറഞ്ഞത് എനിക്കൊരു വാണിംഗ് തന്നു. 5 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ ഡ്രൈവർ വാങ്ങിച്ചു, എറോ ഹറം. ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എറോ പ്രാദേശിക, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകും. അപ്പം എന്നെ ഓട്ടോമാറ്റിക്കിന് പഠിപ്പിച്ചു എന്താണ് ഞാൻ പറയേണ്ടത്. ഞാൻ എന്ന് ഓർക്കത്. ഉസ്താദിന്റെ ഡിക്ഷണറിയിൽ സാധിക്കൂല, പറ്റൂല, ഇല്ല, ഇങ്ങനത്തെ ഒരു വേർഡില്ല. 11 ചായ കുടിച്ചിട്ട് 12ാമത്തെ ഒരു ചായക്ക് വേണ്ടി ഒരാൾ സൽക്കരിച്ചപ്പോ ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ചായ വേണ്ട. ഉസ്താദ് കേട്ടു. ഉസ്താദ് പറഞ്ഞ് വേണ്ടെന്ന് പറയാൻ പാടില്ല, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ചായ എനിക്ക് വേണം ചായ. 11 ചായ കുടിച്ച ഉസ്താദ് 12ാമത്തെ ചായ കുടിക്കുന്നതിന് ഈ വ്യക്തിനെ തൃപ്തിപ്പെടുത്താണ്. ഒരാളെ റജ മുറിച്ച് കളയാൻ പാടില്ല, ഒരാളെ ആഗ്രഹം മുറിച്ച് കളയാൻ പാടില്ല. ഒരാളെ ആഗ്രഹം മുറിച്ച് കളഞ്ഞാൽ നാളെ അവന്റെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ച് കളയും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉസ്താദ് പറയുന്നത് ചായ വേണം. അപ്പോൾ ലാ എന്നൊരു വേർഡ് അല്ലെങ്കിൽ നഫീന്റെ ഒരു കലാമ്, പറ്റൂല, സാധിക്കൂല, ഇങ്ങനത്തെ ഒരു കലാം ഉസ്താദിന്റെ ഡിക്ഷണറി ഇല്ല. ഇതൊക്കെ ഒരു അദബിന്റെ ഭാഗം. ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് പറയാറുള്ളത്. ഒരു നമുക്ക് പറ്റാത്തൊരു കാര്യം ചെന്ന് ചോദിച്ചാൽ അത് വേണ്ട എന്ന് പറയാറില്ല, നല്ലതാന്ന് പറയും. ആ നല്ലതാന്ന് പറയുന്ന കാര്യങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കണം. ഒരു ആൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഞാൻ കാടാമ്പായ്ക്ക് പോവാണ്, നിങ്ങൾ പോയിരുന്നോ? ഞാൻ നിങ്ങളിപ്പോൾ പോകണ്ട, ഇരിക്ക് എന്ന് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ പോവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോ എന്നാ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പോയിക്കോ എന്നല്ല, ഞാൻ പോകണ്ടെന്ന് അയാളോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പോയിക്കോ എന്നാണ്. റിപ്പോർട്ട് ചെയ്യണ ആളുകൾ മനസ്സിലാക്കല് തങ്ങൾ പോകാൻ സമ്മതം കൊടുത്തു, യഥാർത്ഥ സമ്മതം കൊടുത്ത. ഉസ്താദിന്റെ ഭാഷ അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ അദബിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ശൈഖുനാ ഉസ്താദ് അവറുകള് പഠിപ്പിച്ചത് അദബായിരുന്നു. മഹാന്മാരോടുള്ള അദബ്, കുട്ടികളോടുള്ള അദബ്, ഉമ്മാപ്പാമാരോടുള്ള അദബ്, അധ്യാപകരോടുള്ള അദബ്, ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കണം. രണ്ടാമത്തെ അദബ്, ആദ്യമായ അദബ് മാതാപിതാക്കളോടാണ്. രണ്ടാമത്തെ അദബ് ഉണ്ടാകേണ്ടത് അധ്യാപകരോടാണ്. എന്ത് ഒരാൾ പഠിപ്പിക്കുകയാണെങ്കിൽ, എന്ത് ഇൽമ് പഠിപ്പിക്കുകയാണെങ്കിലും, ഭൗതികമായ അല്ലെങ്കിൽ ദീനിയായ അല്ലെങ്കിൽ ആത്മീയമായ എന്ത് ഒരു ഇൽമ് പഠിക്കുകയാണെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളോട് അദബ് ഉണ്ടാകണം. അതില്ലാന്നുണ്ടെങ്കിൽ അവനക്ക് ഒരു കാര്യം കിട്ടൂല. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അവസ്ഥ. ഭൗതികമായ ഇൽമൊക്കെ പഠിപ്പിക്കുന്ന ആളുകളോട് എന്തിനാ അദബ് പാലിക്കണ്? ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞ് കാണിച്ചു തന്നിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? ഒരു നായ മൂത്രിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു അന്യമതസ്ഥനെ
ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ബഹുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ചരിത്രങ്ങൾ കേട്ട് കാണും. ഞാൻ അതിൻ്റെ പോയിന്റ് പറയാം. അപ്പോൾ അധ്യാപകരോടുള്ള അദബ് അതില്ലാതെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. ഒരു ക്ലാസ്സിലിരുന്ന് ഒരു കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നല്ലൊരു പരീക്ഷ എഴുതാൻ പോവാണ്. ഈ അധ്യാപകനോട് അദബില്ല എന്നുണ്ടെങ്കിൽ, അദബ് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പഠിച്ചത് എഴുതേണ്ട സമയത്ത് അവനക്ക് ഓർമ്മ വന്നോളണമെന്നില്ല. അതെന്താ? ആ അദബിന്റെ കുറവാ. അങ്ങനെ ഓരോ കാര്യത്തിലും ശൈഖുന അവറുകള് അദബ് പാലിച്ചിരുന്നു. മറ്റുള്ള അദബെന്താ? അയൽവാസികളോട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഉസ്താദിന്റെ വഫാത്തിന് ശേഷം അന്യമതസ്ഥരായ അയൽവാസികള് എത്ര വിഷമത്തോടു കൂടെയാണ് അവർ സംസാരിക്കുന്നത്. എന്താ? അയൽവാസികളോടുള്ള അദബാണ്. അയൽവാസികളോടുള്ള അദബ് പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അയൽവാസി എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥനാണോ, നമ്മുടെ ഗ്രൂപ്പുകാരനാണോ, നമ്മളാളാണോ എന്ന് നോക്കേണ്ടതില്ല. അയൽവാസികളോടുള്ള അദബുണ്ട്, അത് പാലിക്കണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ അത് കൃത്യമായി ജീവിതത്തിൽ പാലിച്ചിരുന്ന ആളാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ശൈഖുന അവരൊക്കെ വളരെ മഹത്വത്തോടെ സ്വീകരിക്കും. ഗൾഫിലൊക്കെ ഒരുപാട് അതിഥികൾ വരാനുണ്ട്, വിസിറ്റേഴ്സ് വരും. വിസിറ്റേഴ്സ് പറഞ്ഞാൽ സാധാരണ തങ്ങന്മാരും മൂഞ്ഞന്മാരൊക്കെ വരിക. എന്തെങ്കിലും ഒരു പരപ്പണി ആവശ്യാർത്ഥം, അല്ലെങ്കിൽ ഒരു കുട്ടീനെ കെട്ടിക്കേണ്ട വിഷയം, ഇതൊക്കെയായി വരുന്ന ആളുകൾക്ക് ശൈഖുന അവർ കൈയഴിച്ച് സഹായിക്കും. അറിയാത്ത രൂപത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അവരൊക്കെ സംബോധനം ചെയ്യാറുള്ളത് അതിഥികൾ എന്നാണ്. നമ്മൾ പറയാറുള്ള ഒരു വിസിറ്റിനൊരു മുസ്ലിയർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തങ്ങൾ വന്നിട്ടുണ്ട് എന്നാ പറയുക. ഉസ്താദ് പറയാറുള്ളത് ഒരു അതിഥിയുണ്ട്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അതിഥിനെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. ഇതാണ് ഉസ്താദിന്റെ ക്വാളിറ്റി. അത് ഉസ്താദ് സ്വീകരിക്കുന്നു. ഉസ്താദ് ജീവിതത്തിൽ ഒരുപാട് അദബുകൾ, ഉസ്താദ് നിലത്തല്ലാതെ കിടന്നുറങ്ങാറില്ല. അടുത്ത കാലത്താണ് നിലത്തല്ലാതെ കട്ടിൽമേൽ കിടക്കാൻ തുടങ്ങിയത്. 2004 ഗ്രേസ് വാലി സ്ഥാപനങ്ങൾ അവിടെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഉദ്ഘാടനം ചെയ്യണം. ഉസ്താദിന് നിരന്തരമായി അവിടെ നിൽക്കണം. ഗ്രേസ് വാലിയോട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വീട്ടിൽ താമസിക്കാം. ഉസ്താദിന് വലിയ ഇഷ്ടമായി എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളും അവരുടെ അബ്ദുൽ വാഹിദിൻ്റെ ഉമ്മയും എൻ്റെ വീട്ടിൽ താമസിച്ചു. ഉസ്താദൊന്നും നിലത്തല്ലാതെ കിടക്കാറില്ല. വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നല്ല ചൂടുള്ള കാലാവസ്ഥ. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് എന്ന് പറയുന്നത് 50 ഡിഗ്രി വരെ ചൂടുള്ള, നമുക്കൊന്നും പുറത്ത് നിൽക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ കാലഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ കിടക്കുന്നത് പുറത്താ, AC ഇട്ട് കിടക്കാറില്ല. ഇതൊക്കെ പറഞ്ഞാൽ, ഇതൊക്കെ കണ്ടനുഭവിച്ച് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമായതുകൊണ്ട് പറയാം. ഇതൊക്കെ സാധാരണ ഒരാളോട് പറഞ്ഞാൽ എങ്ങനെ AC ഇല്ലാതെ നിങ്ങൾ ജീവിക്കണോടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ശൈഖുന അവറുകൾ ഇപ്പം അടുത്ത കാലത്താണ് AC ഫാനും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഉപയോഗിക്കാൻ. അങ്ങനെ 2004 5 ദിവസം എൻ്റെ വീട്ടിൽ ശൈഖുന താമസിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. അൽഹംദുലില്ലാഹ് ബഹുമാനം. അപ്പോൾ ഞാൻ കിടക്കുന്ന അടുത്ത റൂമിൽ കട്ടിലും സംവിധാനമൊക്കെ ഉണ്ട്. ഉസ്താദ് പറഞ്ഞ്, കട്ടിൽ ഞാൻ കിടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദെ ആതിഥേയം പറയേണ്ടത് കേൾക്കണ്ടേ? ഉസ്താദ് ഇവിടെ കട്ടിലിൽ കിടക്കാൻ ഞാൻ പിന്നെ എവിടെ കിടക്കേണ്ടത് എന്ന് ചോദിച്ചു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ ആ കട്ടിലിൽ കിടന്നു. ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിരിക്കും ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ കട്ടിലിൽ കിടന്നത്. അതിനുശേഷം ഇപ്പം ഈ അടുത്ത കാലങ്ങളിലൊക്കെ കട്ടിലായിരുന്നു കിടന്നിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ജീവിക്കുന്ന നല്ല പ്രസരിപ്പുള്ള കാലത്ത് വയസ്സായ എല്ലാവരും ചിലപ്പം അങ്ങനെയൊക്കെ ചെയ്യും. പള്ളിയിലേക്ക് നേരത്തെ പോകും. എന്താ എൻ്റെ കാലം ഇനി കഴിയാൻ പോകണമെന്നുള്ള രൂപത്തിലാണ്. ശൈഖുന അങ്ങനല്ല. നല്ല നല്ല കറുത്ത താടിയുള്ള കാലഘട്ടത്തിലൊക്കെ ഞാൻ ഏകദേശം 39 വർഷം അൽഹംദുലില്ലാഹ് ശൈഖുനാന്റെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നല്ല കറുത്ത താടിയുള്ള സമയത്ത്, സുഖസുഭിക്ഷമായി കിടന്നിറങ്ങേണ്ട സമയത്ത്, എല്ലാ ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളുള്ള സമയത്തൊക്കെ ശൈഖുന അവറുകൾ അതൊന്നും ഉപയോഗിക്കാറില്ല. സാഹിദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? സുഹൂദിൻ്റെ ആളുകൾ.
സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുന്യാവിലെ സൗകര്യങ്ങളൊക്കെ കിട്ടാൻ സൗകര്യമുള്ള സമയത്ത് അതൊക്കെ ഉപേക്ഷിച്ച് ആ ദുന്യാവുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കുന്ന ആൾക്ക് സായി എന്ന് പറയുള്ളൂ. ദുന്യാവൊക്കെയാണ് തലാക്കല്ലിയിട്ട് പോകാം. എൻ്റെ പാപ്പാൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് അച്ചിപ്പുറ താമസിക്കുന്ന സമയത്താണ് മക്കളെയും കുട്ടികളൊക്കെ വിട്ടിട്ട് മൂപ്പര് വേറെ വഴിക്ക് പോയി, ദുന്യാവ് വിട്ടുപോയി. അങ്ങനെ കുറേ ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ദുന്യാവിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും ഉപയോഗിക്കാതെ ഉഖ്റവിയായി മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ആളുകളുണ്ടാവും. ഷെയ്ഖുനാൻ്റെ ക്വാളിറ്റീസൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഷെയ്ഖുന നല്ലൊരു സമസ്തക്കാരനാണ്, ഒരു ലീഗാനുഭാവിയാണ്. ലീഗാനുഭാവി എന്ന് പറയുമ്പോൾ അത് പറ്റാത്ത ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പറ്റിയാലും ഷെയ്ഖുനാൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും തൻ്റെ രാഷ്ട്രീയക്കാരനല്ലാത്ത രാഷ്ട്രീയക്കാരെ പറ്റി, സമസ്തയല്ലാത്ത മറ്റ് സമസ്ത എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ പറ്റി, ഇവരൊക്കെ പറ്റി എങ്ങനെയായാലും പരാമർശിക്കേണ്ടി വരും. എനിക്കൊന്നും ജീവിതത്തിൽ അത് പരാമർശിക്കാതെ സംസാരിക്കാൻ പറ്റില്ല. വല്ലാതെ മോശമായി ഉസ്താദിൻ്റെ മുന്നിലൊന്നും പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്നാലും നമ്മൾ കേൾക്കാതൊക്കെ പറയേണ്ടി വരും. ഉസ്താദ് ജീവിതത്തിൽ ഇന്നേ വരെ 39 വർഷത്തിലിടക്ക് ഒരാളെ പറ്റിയും ഒരു ഗ്രൂപ്പിന്റെ ആളെ പറ്റിയും എന്ത് പറയാറില്ല, മോശമായ ഒരു പരാമർശം നടത്താറില്ല. എന്നാൽ ഉസ്താദിന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനയെ അംഗീകരിക്കാത്ത ആളുകളൊക്കെ ഉസ്താദിന്റെ ഓരം പറ്റി ജീവിക്കും. ഉസ്താദിന്റെ അടുത്ത് വന്ന് കാശൊക്കെ കടം വാങ്ങും. ഒക്കെ നമുക്ക് അനുഭവങ്ങളാണ്. ഉസ്താദ് അവർക്കൊക്കെ കാശ് കൊടുക്കും. 4000 ദിർഹം ഒരു മാസത്തിൽ ശമ്പളം വാങ്ങിച്ച ഉസ്താദ് അവർകൾ, അത് മാത്രമല്ല ആളുകൾ കൊടുക്കുന്ന കാശിന് ഹദ്ദില്ല, എത്രയെന്ന് പറയാൻ പറ്റില്ല. അത്രയും കാശുകൾ ഉസ്താദിനെ കാണാൻ വരുന്ന ആളുകളെ കൊടുക്കും. ഇത് ഈ നമ്മളൊക്കെ പറയാറുണ്ട്, വലത്തെ കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയില്ല, ഇടത്തെ കൈ കൊടുക്കുന്നത് വലത്തെ കൈ അറിയില്ല. അങ്ങനെ ചെയ്തതൊരു മഹത്തായ വ്യക്തിത്വമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ടതാണ്. യാത്രയിലേക്ക് ഒരുപാട് കാശുകൾ കീശയിലിട്ട് പോകും. ഞങ്ങളൊരിക്കൽ കണ്ണൂർ യാത്രയിൽ ഒരു 50ന്റെ കെട്ട് ഈ കീശയിലും ഒരു 50ന്റെ കെട്ട് ഈ കീശയിലും, അത് ലൂസായ റബ്ബർ ബാൻഡ് ഇടുക. എന്തിനാ? എളുപ്പത്തിൽ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ. കാണുന്ന ആളുകൾക്കൊക്കെ സലാമാക്കും. പക്ഷെ ഉസ്താദ് കൊടുക്കണ ആരും കാണൂല. കാണാതിരിക്കാൻ ചെറിയ 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 ചെപ്പടി വിദ്യകളൊക്കെ ഉണ്ട് ഉസ്താദിന്. ഞാനിതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കും. ആർക്കാ കാശ് കൊടുക്കണ്, എങ്ങനെ കൊടുക്കണ്, എത്ര കൊടുക്കണമൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നടക്കും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാക്കോ നോക്കണ് എന്ന് ചോദിച്ച്. ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയോ. പിന്നെ ഞാൻ എന്നാലും ഞാൻ ഉസ്താദ് ശ്രദ്ധിക്കാതെ, ഉസ്താദിന് പാഠങ്ങൾ പഠിക്കണ്ടേ അതിനു വേണ്ടി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ 10,000ന്റെ ഈ 500ന്റെ 5000ന്റെ 2 കെട്ട്, 50ന്റെ 2 കെട്ട്, അത് തിരിച്ചു വന്നപ്പോൾ ഇല്ല. ഒറ്റ ദിവസം കണ്ണൂർ യാത്ര. എന്നാൽ ഉസ്താദിന് ഏകദേശം ഒരു 2 ലക്ഷത്തോളം റുപ്യ കൈ കിട്ടിയതൊക്കെ നമ്മളെ ഫത്തുൽ ഫത്താഹിന് വേണ്ടി നൽകി. ഉസ്താദിന് കൊടുക്കണ കാശാ. ഇതൊക്കെ ഇന്ന് ജീവിതത്തിൽ നടപ്പിലാക്കണ തങ്ങളി മോചരെന്ന് കാണാൻ പ്രയാസ. ഒക്കെ എനിക്കത് കിട്ടി എന്ന് പറയാൻ അതിനെന്താണ് വകുപ്പ്, അതിനെന്താണ് മദ്ഹബ്, അതിനെന്താണ് പിന്നെ തഅ്വീൽ ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. ഉസ്താദ് അങ്ങനെ ചിന്തിക്കാറില്ല. കിട്ടിയ കാശൊക്കെ ധർമ്മം ചെയ്യും. അത് ഈ ഇവിടെ വന്നൊരാൾ കൊടുത്ത കാശ് മറ്റൊരാൾക്കും, തങ്ങളോ മുസ്ലിയാരോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതോട്ട് കൊടുക്കും. ഒന്നും ചിന്തിക്കാറില്ല. വളരെ ബഹുമാനപ്പെട്ട ഒരു സാധനം ഷെയ്ഖുന ഉസ്താദ് അവർക്ക് വലിയ ഒരു പാരിതോഷികമായ ഒരാൾ നൽകി. ഇത് ബഹുമാനിക്കപ്പെട്ട സാധനം. അത് അദ്ദേഹം പോയപ്പോൾ എന്നോട് പറയാം, അത് നിങ്ങൾക്കാ നല്ലത്, സൂക്ഷിക്കാൻ നല്ലത് നിങ്ങളാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. ഇങ്ങനെ എന്ത് സാധനങ്ങൾ ദുനിയാവിലുള്ള ഒരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന് ഒരു പ്രശ്നമില്ല. നല്ല സാധനമെന്ന് ഒരാൾ പറഞ്ഞാൽ അതാണ്ട് കൊടുക്കുക പറഞ്ഞ ആൾക്ക്. എൻ്റെ കൂടെ ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു മുസ്ലിയാർ പരിചയമുള്ള ആളാണ്. നമുക്ക് പറഞ്ഞാൽ അറിഞ്ഞ ആളെ പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ അത്ര എനിക്ക് കിട്ടുമോ? ഉസ്താദിൻ്റെ അടുത്ത് നല്ലൊരു അത്തര കുപ്പി ഒരാൾ കൊടുത്തു. അപ്പം ഞാൻ ഉസ്താദിന് മൂപ്പർക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യണം, അതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറായില്ല. ചിലപ്പോൾ ഞാൻ ഉസ്താദ് ഇത് മൂപ്പർക്ക് ആവശ്യമുണ്ടെന്ന് അതെന്തിനാ നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു. അതൊരു അപകടമാകും എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ടെക്നിക്ക് പറഞ്ഞുതരാം. എന്താണ്? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉസ്താദിന്റെ കൂടെ നടന്നാൽ അത് കിട്ടുന്നതാണ്. 2ാമത്തെ ദിവസം
ഉസ്താദ് കീശയിലിട്ട ഈ സാധനം ബഹുമാനപ്പെട്ടവർ ഈ മുസ്ലിയാർക്ക് എടുത്തു കൊടുത്തു. എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ, അതെനിക്ക് കിട്ടി. ഉസ്താദിൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ എന്തെങ്കിൽ നല്ല സാധനമാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ സാധനം അപ്പം ആൾക്ക് കൊടുക്കും. നല്ല നല്ല ദസ്വികൾ ഒക്കെ ഞാനൊന്നും ഒരു ദസ്വിൻ്റെ കയ്യിലുള്ള ഒരൊറ്റ ആൾക്ക് വിട്ടുകൊടുക്കൂല. നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. അത് നമുക്ക് ഉസ്താദ് ജീവിതത്തിൽ നമുക്ക് പകർത്താൻ സാധിക്കില്ല. അത് വലിയ വലിയ മഹാന്മാരായ ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ചോദിച്ച ആളുകളെ മടക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ഉസ്താദിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മളൊക്കെ വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞ ആളുകളുണ്ടാവും. മടക്കി പറഞ്ഞേക്കാതിരിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമാണ്. ഉസ്താദ് എല്ലാ ആളുകൾക്കും കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, സമസ്ത ജമിയത്തുൽ ഉലമായുടെ വളരെ സ്നേഹിക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു ഉസ്താദ്. അതിന് പല കാരണങ്ങളുണ്ട്, ഒരു കാരണമൊന്നുമില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹത്തായ സംഘടന വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു മഹാനവറുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇൽമിയായി, നസബിയായി, ഹസബിയായി ഒക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അതുപോലെ തന്നെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹും, അവരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ആ സംഘടന രൂപീകരിക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹു. ആ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഇന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആ കണ്ണി മുറിയാതെ സൂക്ഷിച്ച ആ കണക്ഷൻ ഇന്ന് നിലനിർത്തുന്ന ബഹുമാനപ്പെട്ട ജിഫരി മുത്തുക്കോയ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സമൂഹത്തിന്, സമുദായത്തിനെ നയിക്കുവാനുള്ള എല്ലാ താക്കത്തും പവറും നൽകട്ടെ. അപ്പോൾ ഇതൊക്കെ കണ്ണി മുറിയാതെ, ആ കൂട്ടത്തിലുള്ള കണ്ണി മുറിയാത്ത കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉള്ള ആ സംഘടന, അത് ഉസ്താദിന് വലിയ ബഹുമാനമായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ആ യാഥാർത്ഥ്യങ്ങൾ പറയാം. അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ സംഘടനയോട് വലിയ ബഹുമാനമായിരുന്നു. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആ കണ്ണ് മുറിയാതെ എത്തുന്ന ഒരു സംവിധാനം. അത് തെരീഖത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകൾ ഒരു തെരീഖത്തിന്റെ ശൈഖ് കൂടിയാണ്. ഞങ്ങളങ്ങനെ തുറന്ന് പറയാറില്ല. സദസ്സിലൊക്കെ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ആ പ്രസംഗം സ്റ്റോപ്പാവും. പിന്നെ പറയാൻ സാധിക്കില്ല നമുക്ക്. ഒന്നും ഉസ്താദിന്റെ ഒരു ഗുണഗണങ്ങളും പറയാൻ സമ്മതിക്കാറില്ല. ഉസ്താദിന്റെ സ്വഭാവം അതാ. ഇന്ന് ഞാനിവിടെ സ്റ്റേജിലിരിക്കും, എന്നിട്ട് പറയും, അല്ലോ ആ തങ്ങൾ മന്ത്രിച്ചപ്പോൾ ഇന്ത്യ ഒന്നായിരാണ് പാറിപ്പോയി. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആണ്ട് എന്താക്കും, തങ്ങളാണ് പേരപ്പുറത്ത് കയറ്റും, തങ്ങളൊരുപാടാണ് കയറും. അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന്. നമ്മളൊക്കെ അവസ്ഥ അതാ. എന്നാൽ ഉസ്താദ് ഒരിക്കലും അതിന് സമ്മതിക്കാറില്ല. ഉസ്താദിന്റെ ഷെയ്ഖ് മുഹീദ്ദീൻ എന്ന് പറയുന്നത് പോലും ഉസ്താദിന് ഇഷ്ടമല്ല. സിറിയക്കാരായ, ജോർദാൻകാരായ, ഇറാഖികളായ, അങ്ങനെ ഒരുപാട് വിദേശികളായ ആളുകളൊക്കെ ഉസ്താദായിട്ട് കണക്ഷനുള്ള ആളുകളുണ്ട്. ഉസ്താദിന്റെ ഒരു ഖലീഫ തന്നെ ഒരു മൊറീത്താനിക്കാരുണ്ട് അബുദാബിയിൽ. അവരൊക്കെ ഉസ്താദിന് വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ്. അവരൊക്കെ ഷെയ്ഖ് മുഹീദ്ദീൻ. അവരോടൊന്നും പിന്നെ അങ്ങനെ ഒന്നും എതിർക്കാൻ പറ്റൂലല്ലോ. അവരൊക്കെ അങ്ങനെ പറയാറില്ല, ഷെയ്ഖ് മുഹീദ്ദീൻ. നമ്മളാരും പറയാൻ സമ്മതിക്കൂല. നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ആ പറഞ്ഞത് അവരോട് സ്റ്റോപ്പാവും. ആ രൂപത്തിലുള്ള ഇഞ്ചക്ഷൻ ഓർഡർ വരും ഉസ്താദിൻ്റെ. അപ്പോൾ ഒരു ഗുണഗണങ്ങൾ ഉസ്താദിനെ പറ്റി പറയാൻ സമ്മതിക്കാറില്ല. ഉസ്താദിന്റെ കുറവ് എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത് സ്വീകരിക്കും, നല്ല തമാമായിട്ട് സ്വീകരിക്കും. ഞാൻ പറഞ്ഞ പോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ മഹത്തായ സംഘടനയോടുള്ള ഉസ്താദിന്റെ ആ മാനസികമായ സംതൃപ്തിക്ക് എതിരായിട്ടുള്ള ഒരാള് ഉസ്താദിന്റെ അടുത്ത് വന്ന് എപ്പോഴും കടം വാങ്ങിക്കാറുണ്ട്. കാശ് കടം വാങ്ങാൻ അല്ലയിൽ. ഒരു ദിവസം നേരെ ഉസ്താദിന്റെ മുഖത്ത് നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മനുഷ്യനാ ഞങ്ങൾക്കറിയാം. ഞാനും എൻ്റെ സുഹൃത്ത് ഇ കെ മൊയ്തീനാജിയും താമസിക്കുന്നത് ഒരു പള്ളീൻ്റെ അടുത്താണ്. ഉസ്താദ് താമസിക്കുന്ന ആ പള്ളി അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയിലാണ്. ജുമാക്ക് ഉസ്താദ് ഞങ്ങളെ പള്ളിയിലാണ് വരാറുള്ളത്. അപ്പം ഞങ്ങൾ ഉച്ചക്ക് കുറച്ച് ചോറൊക്കെ കൂടുതൽ വെക്കും. എന്തിനാ, ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അവരെയും കൂടി ഭക്ഷിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൽ. ഒരു ദിവസം ഉസ്താദിനന്ന് നോമ്പാ. ഉസ്താദ് സാധാരണ വലിയ ഗസ്റ്റൊക്കെ വന്നാൽ ഉസ്താദിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കും. ചില സമയത്ത് ഞങ്ങളുടെ അടുത്ത് കൂട്ടി വരാറുണ്ട്.
അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഉണ്ട് നിങ്ങളോട് കൊണ്ടുപോയിക്കോളി ഞങ്ങളോട് പറയാറുണ്ട്. പക്ഷെ ഈ വ്യക്തിനെ വന്നപ്പോൾ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്നു. ഉസ്താദിനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി കൊടുക്കാൻ സംവിധാനം ഉസ്താദിന് നോമ്പായിരുന്നു. അദ്ദേഹത്തെ കൂട്ടി ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. കൂട്ടത്തിൽ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ മൊയ്തീനാജിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ബോഡി ലാംഗ്വേജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി മൊയ്തീനാജിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും പറയില്ല ഉസ്താദ്. അദ്ദേഹം ചോറ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് അവിടുന്ന് ദുആ ചെയ്യുന്നവരെ ഉസ്താദ് കൂടെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഉസ്താദിന് അദ്ദേഹത്തെ ഉസ്താദ് അകമ്പടി സേവിച്ചത് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്തെങ്കിലും അപമര്യാദ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാര വെക്കണ വാക്കുകൾ ഞങ്ങളെ വായിൽ നിന്ന് വരുമോ എന്ന് സംശയിച്ചതുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം വളരെ സുഖസുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു പോയി. അപ്പം ഉസ്താദിനെ വെറുക്കുന്ന ആളുകൾ, ഉസ്താദിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത ആളുണ്ടായിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് നീതിയല്ല എന്ന് പറഞ്ഞ ആളുകൾ ആ കാലഘട്ടത്തിൽ മുനാഫിക്കുകളായിരുന്നു. പക്ഷേ നമ്മളതൊന്നും പറയാൻ തയ്യാറില്ല. ഉസ്താദിനോട് സാങ്കേതികമായ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ വെറുപ്പുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഉസ്താദ് ഒരു കുരുത്തക്കേടും കൊടുത്തില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ മഹാന്മാരായ ആളുകളോട് കടിക്കാൻ നടന്നാൽ എന്തായാലും കുരുത്തക്കേട് കിട്ടും. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവരുകളെ ഇത്രയും കാലത്തിടയ്ക്ക് ഒരാളോട് ഒരു കുരുത്തക്കേടുള്ള വാക്ക് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണില്ല. എന്താണ് ഉസ്താദ് അങ്ങനെയാണ്. മറ്റുള്ള ആളുകൾക്കൊക്കെ ഹൈറ് കിട്ടണം, ഉപകാരം കിട്ടണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വം ഒരാൾക്കും പറയാൻ സാധ്യതയില്ല. ഉസ്താദിൻ്റെ തരീഖത്തിനെ പറ്റി വളരെ മോശമായി അല്ലയിൽ വെച്ച് സംസാരിച്ച ആളുകളുണ്ടായിരുന്നു. ഞങ്ങളതിന് മറുപടി പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ നദീവി സാഹിബ് അവരുകളെ, ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ മുസ്ലിയാർ അവരുകളെ, ഞങ്ങൾ അവിടെ വിസ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഞങ്ങൾ കൊടുന്ന് ഞാൻ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങളൊക്കെ ശരിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കയറ്റി കൊടുത്തു. പറയാനുള്ള സംവിധാനമൊക്കെ ആട്ടി ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞ്, എങ്ങനെ ഉസ്താദിന് ചെവിയിൽ എത്തിയതൊന്നുമില്ല, ഉസ്താദ് കൽബ് അറിയുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് തെളിവുകൾ നമ്മളെടുത്തുണ്ട്. എന്നെ വിളിച്ച് പറഞ്ഞ്, വഹാബുദ്ദീൻ മുസ്ലിയാർ എന്താ സംസാരിക്കാൻ പോണത്? അപ്പം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. കാരണം സംസാരിക്കാൻ പോണത് ഉസ്താദിന് എതിരിൽ വിമർശിച്ച കാര്യങ്ങൾക്ക് മറുപടിയാ. ആലിമ്യങ്ങൾ പറയണം അതിന് മറുപടി. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും പറയാനേ പറ്റുള്ളൂ. പക്ഷെ ആലിമ്യങ്ങൾ പറഞ്ഞാൽ അതിന് ആപ്റ്റായ മറുപടിയാവും. ഷെയ്ഖുന പറഞ്ഞ് ഒന്നും പറയണ്ട, ഒരു നസീഹത്ത് പറഞ്ഞാൽ മതി മൂപ്പര്. ഞാൻ വഹാബുദ്ദീൻ മുസ്ലിയാരോട് പറഞ്ഞ്, ഷെയ്ഖുന അതിന് ഇഞ്ചക്ഷൻ ഓർഡർ തന്നിട്ടുണ്ട്, അതൊന്നും പറയണ്ട, നല്ല നസീഹത്ത് പറഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മളെ ഇഖ്ലാസ് ഇനി എന്തെങ്കിലും കോട്ടം തട്ടും എന്നുണ്ടെങ്കിൽ ഉസ്താദ് സമ്മതിക്കാറില്ല. ഹീലിയിൽ ഒരു ക്ലാസ് നടത്താൻ വേണ്ടി ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. എൻ്റെ ആവേശം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള ആ സംഘടനയുള്ള എന്താ ശക്തമായ പിന്തുണ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ക്ലാസ് നടത്തണം. എൻ്റെ ലക്ഷ്യം അവിടെ ക്ലാസ് നടക്കലല്ല, ആൾക്കാർ പഠിക്കലല്ല. എൻ്റെ ലക്ഷ്യം നമ്മളേതായിരിക്കുന്ന അലൈൻ സുന്നി സെന്ററിൻ്റെതായിരിക്കുന്ന ക്ലാസ് അവിടെ നടക്കണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഉസ്താദ് പറഞ്ഞ് ഇപ്പം അവിടെ നമുക്ക് ക്ലാസ് വേണ്ട. എന്താ കാരണം? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരാളെ യുദ്ധത്തിൽ കൊല്ലാൻ വേണ്ടി വാള് കഴുത്തിൽ വെച്ച സമയത്ത് അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് തുപ്പി. അദ്ദേഹത്തെ അലി റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടു. എന്താ വിടാൻ കാരണം? ബഹുമാനപ്പെട്ടവർ പറഞ്ഞ്, ഞാൻ ലില്ലാക്ക് വേണ്ടിയായിരുന്നു ഇയാളെ കൊല്ലാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എൻ്റെ ലക്ഷ്യം മാറി. അദ്ദേഹത്തിനോട് വെറുപ്പ് വന്നു. ആ വെറുപ്പ് കാരണമാണ് അദ്ദേഹത്തിനെ വധിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കെന്താ അതുകൊണ്ട് കാര്യം? ഷെയ്ഖുനായുടെ തിയറി അങ്ങനെയായിരുന്നു. ദീനീ കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അത് അനുവദിക്കാറില്ല. ഇഖ്ലാസിന് കോട്ടം തട്ടും എന്നുണ്ടെങ്കിൽ ഉസ്താദ് സമ്മതിക്കാറില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമ്മളെ കൽബിലുള്ള കാര്യങ്ങൾക്ക് മറുപടി അറിയും. ഞാനൊരിക്കൽ കൂടെ അങ്ങനെ പോകുമ്പോൾ വളരെ മോശപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ മോശപ്പെട്ട ആളുകളുടെ കൂടെ കൂടിയാൽ, ലേശം എന്തെങ്കിലും കുരുത്തക്കടയായിട്ട് നടക്കുന്ന ഒരാളെ കൂടിയാൽ നമ്മൾ ആ കുരുത്തക്കടയിൽ ഒന്നോ രണ്ടോ പഠിക്കും. ഒരുപാട് നടന്നാൽ എന്തായാലും ഒന്ന് പഠിക്കാതിരിക്കുക. ചാര്യത് മണക്കുന്നതാണല്ലോ പറയാം. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉസ്താദിനൊന്ന് സലാമാക്കാറുണ്ട്.
ഉസ്താദിൻ്റെ തോളിലൊക്കെ ഇങ്ങനെ കൈ ഇട്ട് പിടിച്ചിട്ട് എന്താ ഉസ്താദെ വർത്താനം എന്നൊക്കെ ചോദിക്കും. എനിക്കൊന്നും ഇഷ്ടപ്പെടാറില്ല ചിലപ്പം കാണുമ്പോൾ. ഞാനെന്തിനാ ഇച്ചങ്ങായി എന്തിനാ ഉസ്താദിൻ്റെ അടുത്ത് വരണത് എന്ന് ഞാൻ ചിന്തിക്കും. ഒരു ദിവസം ഞാൻ അങ്ങനെ ചിന്തിപ്പിച്ച് എന്നോട് പറഞ്ഞു, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു. എന്താ പറഞ്ഞു? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ കൂടെ പോവുക. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ് ഒരാൾ വന്നപ്പോൾ കൂട്ടത്തിലൊരാൾ ഉണ്ട്, ഇതിന് ചുറ്റിപ്പറ്റി നടക്കണം, നമ്മളെപ്പോലത്തെ ഒരാൾ എന്ന് പറയാം. ഈ ഈസാ നബിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരാൾ, പുറത്തൊരാൾ വളരെ ദോഷിയായ മോശപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹം ഈസാ നബിനോട് ഉള്ള ഇഷ്ടം കൊണ്ട് ഹബ്ബ് കൊണ്ട് ഈസാ നബിയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർഡർ വന്ന് ഈ വന്ന ആൾക്ക് ഒരു ദുആക്ക് ഉത്തരണ്ട്, ഈ ഇവിടെ നിൽക്കുന്ന ആൾക്ക് ഈസാ നബിയുടെ കൂടെയുള്ള ഒരാൾക്കും ദുആക്ക് ഉത്തരണ്ട്. ഈസാ നബി ഇയാളടുത്ത് വന്നപ്പോൾ ഈ വിഷയം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ദുആക്ക് ഉത്തരണ്ട്. ഈസാ നബിന്റെ ദൂരത്തായി കണ്ട ആള്, ഫാസിക്കായ മോശപ്പെട്ട ഒരാള്, ഈസാ നബിയോടുള്ള ഹബ്ബ് കൊണ്ട് വന്ന ആള്, അദ്ദേഹം ദുആ ചെയ്തു, പടച്ചവനെ എന്നെയും ഈസാ നബിയെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ എന്ന്. അയാൾ ദോഷിയാണ്, പക്ഷെ അയാൾക്ക് ഈസാ നബിയോടുള്ള ഹബ്ബ് ഉണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള ആള്, ഞാൻ ഈസാ നബിയുടെ കൂടല്ലേ, എന്നീ പഹനിയും ഒരുമിച്ച് കൂട്ടല്ലേ റബ്ബേ ആഖിറത്തില് എന്ന് ദുആ ചെയ്തു. രണ്ടാൾ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്താ സംഭവിച്ചത്? ഇയാൾ പുറത്തായി, മറ്റേ ആൾ അകത്തായി. അതിനുശേഷം എനിക്കങ്ങനെ തോന്നാറുണ്ടായില്ല. മറ്റു മോശപ്പെട്ട ആളുകൾ, നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ, എന്തിനാ ഉസ്താദിന്റെ അടുത്ത് ഇവരൊക്കെ വരുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് വലിയ വലിയ മഹാന്മാരായ ആളുകളായി മാറിയിട്ടുണ്ട്. അല്പം ലേശിച്ച് കുടിക്കുന്ന ആള് ഉസ്താദിന്റെ അസ്സലാമു അലൈക്കും, എന്താ ഉസ്താദെ വർത്താനം, സാധാരണ നാടൻ ശൈലിയിൽ തന്നെ ചോദിക്കും, എന്താ ഉസ്താദെ വർത്താനം. ഉസ്താദരോട് അതേ രൂപത്തിൽ മറുപടി പറയും. ഒരു ദിവസം ലേശം അകത്തുണ്ടാകുന്ന തോന്നുന്നത് അയാളെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഉസ്താദ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തൊക്കിക്ക് വെച്ച്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പോവാണ് ഉസ്താദെ. നിങ്ങൾ പോകല്ലേ എന്ന് പറഞ്ഞു. ഇയാൾ ഈ കൈ ഒരുപാട് പ്രാവശ്യം വലിക്കാൻ നോക്കി, സാധിച്ചില്ല. എന്തോ ഒരു റബ്ബാനിയായ ഒരു മഹത്വം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കണം. ഏതായാലും ഇയാൾ കൈ ഒരുപാട് പ്രാവശ്യം വലിക്കാൻ നോക്കി, പറ്റിയില്ല. അയാൾ അലയൻസ് ന്യൂസ് സെന്ററിന്റെ ഓഫീസിൽ കയറി അവിടെ ഇരുന്ന് അവിടുന്ന് ഉസ്താദ് എല്ലാവർക്കും ചായ കൊടുത്ത് ഉസ്താദ് വന്ന സ്ഥലത്തൊക്കെ ഒന്ന് ദുആ ചെയ്യും. അതാരെങ്കിലും തങ്ങളുണ്ടെങ്കിൽ തങ്ങൾ ദ്വാരക്കട്ടെ എന്ന് പറയും. ഏത് തങ്ങളാണെന്നുണ്ടെങ്കിൽ തങ്ങളോട് ദ്വാരക്കാൻ പറയും. ഉസ്താദിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. അങ്ങനെ അദ്ദേഹം ആ സദസ്സിലിരുന്ന് അതിനുശേഷം അദ്ദേഹത്തിന് ആ മോശപ്പെട്ട പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം മഹാന്മാരായ ആളുകളോടുള്ള ബന്ധം, കണക്ഷൻ, സുഹബത്ത് എന്നൊക്കെ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ത മഅമൻ അഹബത്ത. വലിയ ഹദീസ, അതൊന്നും പറഞ്ഞില്ല, ചെറിയ പോയിന്റ്സ് മാത്രം പറയാം. അന്ത മഅമൻ അഹബത്ത, നീ ആരിഷ്ടപ്പെടുന്നോ അവരുടെ കൂടെയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകള് മരിച്ചതിന് ശേഷം, വഫാത്തായതിനു ശേഷം ഒരുപാട് ആളുകൾക്ക് തിരിഞ്ഞിട്ട് ഇഞ്ഞിട്ടും തിരിയാത്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവർക്കൊക്കെ ഉസ്താദിനെ കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉസ്താദിന്റെ സദസ്സിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല, അതിലും വലിയ കുറവെന്താ? അപ്പൊ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോ മഹാന്മാരായ ആളുകളെ മനസ്സിലാക്കി അവർക്ക് മറ്റുള്ള കാര്യങ്ങളില്ല. ഏതൊരു മനുഷ്യനെ പറ്റി മോശമായി പരാമർശിക്കാറില്ല. ഉസ്താദ് ഒരു അന്യമതസ്ഥനെ പറ്റിയോ അന്യ ഗ്രൂപ്പുകാരനെ പറ്റിയോ അന്യ ആളുകളെ പറ്റിയോ ഒന്നും മോശമായി പരാമർശിക്കാറില്ല. അയാളിൽ കാണുന്ന ഒരു ഗുണം എന്താ, അത് ഉസ്താദ് എടുത്തു പറയും. ഒരു നമ്മളൊക്കെ വളരെ മോശമായി കാണുന്ന ഒരാളെ ഗുണം ഉസ്താദ് എടുത്തു പറയും. ഞാൻ അത് പറഞ്ഞാൽ ചിലപ്പം അദ്ദേഹത്തിന് വേണ്ടി ഉസ്താദ് എന്തിനാ അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുമെന്നുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് മഹാന്മാരായ ആളുകളുടെ ക്വാളിറ്റിയാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി മഹാനവറുകള് ശൈഖുനാന്റെ തരീഖത്തിൽ ഉന്നത ഇതിലുള്ള ഒരു മഹാനാണ്. 3-ാം നൂറ്റാണ്ടിന്റെ ശേഷം ജീവിച്ച ഒരാളാണ്. ബഹുമാനപ്പെട്ടവര് ഒരുപാട് ശിഷ്യന്മാരുമായി പോകുമ്പോൾ ഒരു കൈത ചത്തുകിടക്കുന്നുണ്ട്. എല്ലാവരും മൂക്കിൽ കൈവച്ച് വളരെ മോശമായ രൂപത്തിൽ, ബോഡി ലാംഗ്വേജ് ഒക്കെ മോശമായ രൂപത്തിലാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി മഹാനവറുകൾ പറഞ്ഞു പോലും, ആ കൈതന്റെ പല്ല് കണ്ടില്ലേ, നല്ല വെളുത്ത പല്ല്. ബഹുമാനപ്പെട്ടവര് ആ കൈത വാസനിക്കുന്നതുകൊണ്ട് നിൽക്കാൻ പറ്റാതെ
തൻ്റെ ശിഷ്യന്മാരൊക്കെ മൂക്കുപൊത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ശേഖവറുകൾ പറഞ്ഞത്, ആ കൈതൻ്റെ ക്വാളിറ്റി, കൈതക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? അപ്പം ആ പല്ല് നല്ല വെളുത്ത പല്ല് എന്ന് പറഞ്ഞു പോലും. ഇതാണ് ഉസ്താദ് ചെയ്തിരുന്നത്. എത്രയൊക്കെ മോശപ്പെട്ട ആളാണെങ്കിലും, എത്രയൊക്കെ മോശം നമുക്ക് പറയാനുണ്ടെങ്കിലും ഉസ്താദ് പറയാറില്ല എന്ന് മാത്രമല്ല, പറയാൻ സമ്മതിക്കുകയില്ല. വലിയ വലിയ ആളുകളാണ് പറയാൻ തുടങ്ങുന്നതെങ്കിൽ അവർക്ക് ആ സംസാരം തടസ്സപ്പെടുന്ന എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂൾ ഉസ്താദ് ഇട്ട് കൊടുക്കും. പിന്നെ പറയാൻ പറ്റില്ല. നമ്മളെപ്പോലത്തെ താക്കീത് ചെയ്താൽ ഒതുങ്ങുന്ന ആളുകളെന്ന് സ്റ്റോപ്പ് തന്നെ പറയും. അതിന് ഉസ്താദിൻ്റെ ആ കമൻറ്റിങ് പവർ തന്നെ വലിയ മഹത്വമായിരുന്നു. ആളുകൾ ഒതുക്കാനുള്ള ഒരു പവർ ഉസ്താദ് ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രമാണിമാരാണെങ്കിലും, എത്ര വലിയ വലിയ ആളുകളാണെങ്കിലും അവരെ പറഞ്ഞൊതുക്കാൻ ഉസ്താദിൻ്റെ ചെറിയ കലാമാറ്റി അവിടെ ഇരിക്കും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടതാണ്. ഒരുപാട് മസ്ലഹത്തുകൾ, ഒരുപാട് ഓരോ ആഴ്ചയിലും ഓരോ ദിവസത്തിലുമൊക്കെ സുന്നി സെൻറ്ററിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ബഹുമാനപ്പെട്ട ഇ കെ മൊയ്തീൻ ഹാജി എൻ്റെ സുഹൃത്ത്, അതുപോലെ ഞാൻ, അതുപോലെ തന്നെ ഖാലിദാജി വലിയ പറമ്പ്, ഞങ്ങളൊരു സുഹൃത്തുണ്ട് കാസർഗോട്ടുകാരൻ. ബഹുമാനപ്പെട്ടവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞങ്ങളെ വിളിച്ച് പറയും, ഇങ്ങനൊരു കേസുണ്ട്, നമ്മളൊന്ന് അന്വേഷിക്കണം. ഉസ്താദ് അന്വേഷിക്കാൻ സാധിക്കാത്ത ഉസ്താദിന് ദുന്യാവിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കേൾക്കാൻ ഇഷ്ടമല്ല. അപ്പം നമ്മൾ അന്വേഷിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കി ഉസ്താദിൻ്റെ അടുത്ത് അവതരിപ്പിച്ചാൽ ഉസ്താദ് തീരുമാനം പറയും. 40 വർഷം നടന്ന കേസുകൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ ലക്ഷണം. സമയം ഒരുപാടായില്ലേ? അപ്പം അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ കണ്ട് ജീവിക്കാൻ ഒരുപാട് ആളുകൾക്ക് സൗകര്യം കിട്ടിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ ആ കൂട്ടത്തിൽ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് എൽമട്ടും. റഹ്മത്തുള്ളാഹി ഖാസിമിയൊക്കെ പ്രസംഗിച്ച പറഞ്ഞ്, ശൈഖുനാ ഉസ്താദ് അവരുടെ കൂട്ടത്തിൽ 4 ദിവസം നടക്കണേക്കാൾ 4 ദിവസം നടക്കുന്നത് 10 കൊല്ലം കിതാബ് ഓതുന്നതിനേക്കാൾ നല്ലതാണ്. നമ്മളൊരുപാട് ദിക്റുകളും ദുആകളൊക്കെ കാണാപ്പാടം പഠിക്കാതെ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ് ഇങ്ങനെ ഓട്ടോമാറ്റിക് പോകുമ്പോൾ ചെല്ലും. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ദിക്ർ എന്താണ് അവിടെ ഇറങ്ങുമ്പോൾ ദിക്റ്, എന്താണ് ഒരു വണ്ടി കയറുമ്പോഴുള്ള ദിക്റ്, ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കിന് പഠിക്കുക. നമ്മൾക്ക് സാധാരണ ദിക്ർ ഇതൊക്കെ നോക്കി കാണാപ്പാടാക്കി പഠിക്കാറാണ്. ഉസ്താദിൻ്റെ കൂടെ നടന്ന അതിൻ്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കിന് നമ്മൾ കാണാപ്പാടാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തല്ല, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഒരു പാട്ട് പാടി കൊടുത്താൽ കുട്ടികൾ നമ്മൾ പാടുന്ന കേട്ടാൽ പിന്നെ കുട്ടികളത് കാണാപ്പാടാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ മഹാന്മാരായ ആളുകളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത്, അവർ ശീലിക്കുന്നതൊക്കെ അത് നമ്മൾ മനപ്പാടാക്കും. ഓരോ കാര്യത്തും അവിടെ അങ്ങനെ. പിന്നെ തെർബിയത്തിൻ്റെ മശായിഖന്മാർ, ഷേഖന്മാർ, തരീഖത്തിൻ്റെ ഷേഖന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവരെ പണിയുന്നതാ. ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവരുകളൊക്കെ ഒരു മഹത്തായ ഇതിന് ലഭിച്ച ആളല്ലായിരുന്നുവെങ്കിൽ ശരിക്ക് ജാഹിദായി ഇതിൻ്റെ വല്യപ്പൊക്കെ പോയ രൂപത്തിൽ പോകുമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അത് പോകാതിരിക്കാൻ കാരണം ഒരുപാട് ആളുകളെ എല്ലാ ഔലിയാക്കന്മാരും ആളുകളെ നന്നാക്കാൻ സാധിക്കില്ല. അവരെ ഇതിൽ വലിയ ദർജയുള്ള ആളുകളായിരിക്കും. ഔലിയാക്കന്മാർക്കും എല്ലാ ഔലിയാക്കന്മാർക്കും എല്ലാ മശായിഖന്മാരും ഔലിയാക്കന്മാരായിരിക്കും. എല്ലാ ഔലിയാക്കന്മാരും മശായിഖന്മാരാവില്ല. എന്താ കാരണം? അവർ അള്ളാഹുവിനോട് അടുത്തിട്ട് ഈ ഡിപ്പാർട്ട്മെൻ്റൊക്കെ വിട്ട ആളുകളായിരിക്കും. ദുന്യാവിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. എന്നാൽ ശൈഖുനാ അവറുകൾ അങ്ങനല്ല. ഈ ദുന്യാവിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അലൈൻ സുന്നി ഹുസൈൻ്റെ കീഴിൽ നടക്കുന്ന 1800 കുട്ടികൾ പഠിക്കുന്ന CBSE സിലബസ് അനുസരിച്ച് നടത്തുന്ന സംവിധാനത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ. 4ാം ക്ലാസ് വരെ പഠിച്ച ശൈഖുനാ ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂളിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്ന് വെറുതെ ഇരുന്നതല്ല. അവിടെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ ഓരോന്ന് ഉസ്താദ് ചോദിക്കും എന്താണ് എന്ന്. അവിടെ നമുക്ക് ദീനിയായിട്ട് ചെറിയ ദീനിയായ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും. ഒരു സ്കൂളൊക്കെ നടത്താൻ 100% സുന്നിയായിട്ടും ഇസ്ലാമായിട്ടും നടത്താൻ പറ്റില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരു ദീനീ സംവിധാനം സന്നിവേശിപ്പിക്കാനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഉസ്താദ് പറയും, അത് നടപ്പിലാക്കും. അതായത് ഉസ്താദിൻ്റെ ഹാബിറ്റ്. താഴേക്കടയുള്ള ആളുകളോടൊക്കെ വലിയ ബഹുമാനമാണ്. നമ്മളെ സ്കൂളിലൊക്കെ ഉസ്താദ് കയറി വരുമ്പോൾ ഞാനൊക്കെ പുറത്തു പോയി കഴിഞ്ഞ് പുസ്തകം അങ്ങോട്ടും കൊണ്ടും പോകണ്ട എന്ന് കരുതിയിട്ട് അടുത്തന്നെ നിൽക്കും. ഒരിക്കലും സമ്മതിക്കും. നിങ്ങളുടെ ഓഫീസിൽ പോയിക്കോളി, ഞാൻ വരാമെന്ന് പറയും. എന്തിനാ ഉസ്താദ് വരാ എന്ന് പറയുന്നത്? ഏറ്റവും പാവപ്പെട്ട ലാസ്റ്റ് കടയിൽ ജോലി ചെയ്യുന്ന തൂപ്പുകാരായ ആളുകളുണ്ട്. അവരൊക്കെ കെട്ടിപ്പിടിച്ച് സലാമാക്കി എന്നിട്ട് ലാസ്റ്റ് പ്രിൻസിപ്പാൾ റൂമിൽ വരുമല്ലോ.
നമ്മളൊക്കെ ചെയ്യാറെന്താ? അവരാരും മൈൻഡ് ചെയ്യൂല. നമ്മൾ നേരെ ടോപ്പ് പോസ്റ്റിലിരിക്കുന്ന ആളുകളെ കാണാനായിരിക്കും ആഗ്രഹം. ഉസ്താദ് മിസ്കിമാരോട് വലിയ താല്പര്യമായിരുന്നു. പാവപ്പെട്ട ആളുകൾ, മോശക്കാരായ ആളുകൾ, അവരാ ഗ്രേഡിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള എല്ലാ സംവിധാനവും ദുന്യവിയായ സംവിധാനങ്ങളുണ്ട്. ഉസ്താദിൻ്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു. നമുക്ക് എന്ത് ദുന്യാവിലും ആഖിറത്തിലും എന്തൊക്കെ കിട്ടണം അതൊക്കെ എല്ലാ ആളുകൾക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. ഉസ്താദിന് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ഉസ്താദൊന്നും ആഗ്രഹിക്കാറില്ല. ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ വഫാത്തായതിൻ്റെ ഒരു രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്, ബഹുമാനപ്പെട്ട ശൈഖുനാ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാൻ അവരുടെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കിയ ആളാണ്. ശൈഖുനാ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവറുകൾ ബസ്രയിൽ പഠിക്കാൻ വന്ന സമയത്ത് കാശൊക്കെ കഴിഞ്ഞു, വളരെ പരവശനായി, ഭക്ഷണത്തിനൊന്നും കാശില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു അന്യനാട്ടുകാരനാണെന്ന് മനസ്സിലാകണം. അയാൾ ജീലാൻകാരനായിരുന്നു. ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ നാട്ടുകാരനായിരുന്നു. അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവരെ വിളിച്ചു. താൽ എന്ന് പറഞ്ഞു, ഫضൽ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം വേണ്ട അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ മടിച്ചു നിന്നു. വിശക്കുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ അതിഥിയുടെ നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ ആ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ ഈ ആതിഥേയൻ ചോദിച്ചു, നിങ്ങളെവിടെയാണ്? ഞാൻ ജീലാനില്ല. അപ്പോൾ ജീലാനിൽ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരാളുണ്ട്, മൊഹീദ്ദീൻ എന്നാണ് പേര്, അദ്ദേഹത്തിന് അറിയോ? ബഹുമാനപ്പെട്ടവർ ഞാനാണ്. അപ്പോൾ മൂപ്പർക്ക് വലിയ സന്തോഷമായി. എന്താ സന്തോഷത്തിന് കാരണം? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവരുടെ മാതാവ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞു, കാശൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ കൊടുത്തയച്ച കാശിടുക, അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് നല്ല കോഴിയൊക്കെ വാങ്ങി ഭക്ഷണം കഴിക്കാനിരുന്നതാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ്, നിങ്ങളെ ഉമ്മ തന്നയച്ച കാശിൽ നിന്ന് എടുത്താണ് ഈ ഭക്ഷണം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അതിഥി, നിങ്ങളെ ഭക്ഷണമാണിത് എന്ന്. അപ്പം ബഹുമാനപ്പെട്ടവർക്ക് നല്ല സന്തോഷമായി. എന്തായാലും രണ്ടാളോട് ഭക്ഷണം കഴിച്ചു. ഈ കൊടുത്തയച്ച കാശിൽ ബാക്കിയുള്ള കാശ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവർക്ക് കൊടുത്ത് ബഹുമാനപ്പെട്ടവർ അതിൽ നിന്നും ഒരു ഭാഗം ഇദ്ദേഹത്തിന് തന്നെ കൊടുത്തു. അപ്പോൾ ഏതില്ലാത്ത സമയത്തും കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഭക്ഷണം ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ പറഞ്ഞ് ഒരുപാട് അമലുകളൊക്കെ ഉസ്താദ് എപ്പോഴും പറയാറുള്ളതാ. ഒരുപാട് അമലുകളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള അമല് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഉസ്താദ് അത് വളരെ കൃത്യമായി നിർവഹിച്ചിരുന്ന ആളായിരുന്നു. അത് മാത്രമല്ല, ഉസ്താദ് എനിക്കൊരു പ്രത്യേക ഒരു ഇത് എവിടെ സ്ഥലത്തും എവിടെ ചെന്നാലും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട യഥാർത്ഥത്തിൽ വ്യാഴാഴ്ച വഫാത്താവും ഞാൻ മനസ്സിൽ കരുതിയിരുന്നു അവസ്ഥയൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ബുധനാഴ്ച തന്നെ വഫാത്തായി. അന്ന് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ വഫാത്തായ ദിവസം. അതുകൊണ്ട് ഉസ്താദിനെ പ്രത്യേകം അനുസ്മരിക്കേണ്ട ആവശ്യമില്ല. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അനുസ്മരിക്കാത്ത ആളുകൾ കേരളക്കരയിലൊന്നും ഉണ്ടാവില്ല. എന്താ? ബഹുമാനപ്പെട്ടവരുടെ ഹബ്ബായിരുന്നു ശൈഖുനാക്ക്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ആ വഫാത്തിന്റെ ദിവസം ശൈഖുന വഫാത്തായതിന്റെ രഹസ്യം അതാണെന്ന് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മൊഹീദ്ദീൻ ശൈഖിന്റെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടി 2013 12 മറ്റോ ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഒരു ഗ്രൂപ്പിൽ ടൂർ ടീമിലാണ് പോയത്. പക്ഷെ ആ ടൂർ ടീം ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസ്ഥയിൽ പോണ ആളുകൾ. പക്ഷെ ഉസ്താദിന്റെ കൂടായപ്പോൾ ഒരു ആത്മീയമായ യാത്രയായിരുന്നു. ആദ്യം ഞങ്ങൾ ചെന്നത് ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവരുടെ മക്ബറയിലാണ്. വ്യാഴാഴ്ച വൈകുന്നേരം അവിടെ വന്നു. സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മഗ്‌രിബ് ഇശായും ജുമും ഖസ്റായി നിസ്കരിച്ചു. ഞങ്ങളെ സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് വിട്ട് ഗൈഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നാളത്തെ ജുമാ നിങ്ങൾക്ക് ഹോട്ടലിലാണ്, ആരും പുറത്തിറങ്ങാൻ പാടില്ല. അവിടെ ഇങ്ങനെ നിമിഷത്തനുസരിച്ച് ഓരോ സെക്കൻഡിലും ബോംബ് പൊട്ടുകയും ആളുകൾ ഇങ്ങനെ മൗത്താവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ആരും പുറത്തിറങ്ങാനോ, വെള്ളിയാഴ്ച തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് ജുമാ ഇവിടെയെന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഭാഷാ ശൈലി ഉസ്താദിന് ഇഷ്ടപ്പെട്ടില്ല. മൊയ്‌ദീനാജി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്. ഉസ്താദ് ഞങ്ങളെ വിളിപ്പിച്ചു. എന്നെ വിളിപ്പിച്ചു, മൊയ്‌ദീനാജി എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങിയതാണ്, ഇങ്ങോട്ട് വരാൻ പറയുന്നു.
ഉസ്താദ് ഞങ്ങളോട് ചോദിച്ചു, നമുക്ക് നാളെ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആ പള്ളിയിൽ പോകണം നിസ്കരിക്കാൻ, ജുമാ നിസ്കരിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഉസ്താദേ എന്തായാലും ഇവിടെ വന്ന് പൊട്ടി മരിക്കണ എന്ന്. പക്ഷെ ഉസ്താദിനോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. ഉസ്താദ് മൊയ്തീനാജിനെ വിളിക്കാൻ പറഞ്ഞു. മൊയ്തീനാജിനെ വിളിച്ചു. മൊയ്തീനാജിനോട് ചോദിച്ച്, ഉസ്താദ് മൊയ്തീനാജി നിങ്ങൾക്ക് പേടിയുണ്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ മൊയ്തീനാജിക്ക് ചെറിയ പേടിയുണ്ട്. എന്താ കാരണം? ഞങ്ങൾ അബുദാബിയിൽ നിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് എമിഗ്രേഷൻ സീലടിച്ചിട്ട് അവിടുന്ന് പ്ലെയിൻ കയറുമ്പോൾ അറബി ചോദിച്ച്, ഇന്ത മജ്നൂൻ ഇറാഖ് നമുക്ക് നീ മൂത്ത് ജി പിരാന്താ എനിക്ക് അവിടെ പോയാൽ മൂത്താവും. അപ്പം ഈ ഒരു പേടി മൊയ്തീനാജിക്ക് ഉണ്ട്. പക്ഷെ മൊയ്തീനാജിക്കും പറയാനൊന്നും ധൈര്യമില്ല. ഞങ്ങൾ പറഞ്ഞ് ഉസ്താദ് പോകാന്നുണ്ടെങ്കിൽ, മൊയ്തീനാജി പറഞ്ഞ് ഉസ്താദ് പോകുന്നത് ഞങ്ങൾക്ക് എന്താ പേടി എന്നാണ്. നമുക്ക് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അതിന് ബസ്സോ സംവിധാനമോ അല്ലെങ്കിൽ യാത്രാ സൗകര്യം ചെയ്തു തരാൻ ഈ ഗൈഡ് തയ്യാറില്ല. ഞങ്ങൾ ടാക്സി വിളിച്ച് 20 ആളുടെ ഗ്രൂപ്പിൽ നിന്ന് 5 ആൾ ഉസ്താദിൻ്റെ കൂടെ, അല്ലയിലുള്ള 5 ആൾ ഉസ്താദിനെ പറ്റി വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഞങ്ങൾ 5 ആളുകൾ ഉസ്താദിൻ്റെ കൂടെ പോയി. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ട്രിപ്പ് തയ്യാറാക്കി. എന്തിനാ? അതായത് ഇവിടെ വന്നിട്ട് പൊട്ടി മരിക്കണ്ടല്ലോ എന്നാണ് എൻ്റെ മനസ്സിൽ. ആരെ കൂടെ പോകണം? ഉസ്താദിന് മരിക്കാൻ പേടില്ല, നമുക്കും മരിക്കാനൊന്നും പേടില്ല. മരിക്കാൻ എല്ലായിടത്തും മരിക്കണം, ഇവിടെ വന്നിട്ട് പൊട്ടി മരിക്കണ്ടല്ലോ എന്നാണ് ചിന്താഗതി. ഏതായാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരത്തെ തന്നെ യാത്ര തയ്യാറാക്കി. 9 മണിക്ക് തന്നെ ഞാൻ പറഞ്ഞു, ഉസ്താദ് നമുക്ക് നേരത്തെ തന്നെ പോകുമല്ലേ ചോദിച്ചു. നേരത്തെ തന്നെ പോകുമെന്നാണ് ഉസ്താദിന് സന്തോഷമായി. പള്ളിയിലേക്കല്ലേ നേരത്തെ തന്നെ പോകുക പറഞ്ഞാൽ. ഞാൻ നേരത്തെ തന്നെ പോകുക പറഞ്ഞ ഉദ്ദേശം നമ്മൾ ഈ അപകടത്തിലൊന്നും പെടാതിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണ ടെക്നിക്ക് ചെയ്യണം. റബ്ബിൻ്റെ വിധി എങ്ങനെ അറിയില്ലോ. ഏതായാലും നമ്മളെ കൊണ്ട് സാധിക്കണേ നമ്മൾ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അൽഹംദുലില്ലാ അവിടെ പോയി ജുമാ നിസ്കരിച്ചു. ബഹുമാനപ്പെട്ട ഈ ഖത്തീബിൻ്റെ ഖുത്ബ ഉസ്താദിനോട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ മതിവരുവോളം സിയാറത്ത് നൽകി. ഉസ്താദോടെ ഒരു പാടം അവിടെ ഇരുന്ന് പിന്നെ ഭക്ഷണത്തിന് ഞങ്ങൾ ഹോട്ടലിൽ പോകണം. ഉസ്താദ് ചോദിച്ചു, ഭക്ഷണം എവിടെ? ഞാൻ പറഞ്ഞു, ഹോട്ടലിലാണ് ഭക്ഷണം. അപ്പോൾ പോകാണ്ട് പ്രയാസമാണ്, ഞങ്ങൾ വീണ്ടും തന്നെ തിരിച്ചു പോകേണ്ട ഈ തിരക്കിൽ. ഉസ്താദ് 5 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ ഒരു UP-കാരൻ വന്നിട്ട് ഞങ്ങൾ 5 ആളെ ക്ഷണിച്ചു ഭക്ഷണത്തിന്. ഞങ്ങൾക്കറിയില്ല അവിടെ ഒരു ഭക്ഷണം നല്ല സംവിധാനം കൊടുക്കേണ്ടതെന്ന് കേട്ട് അൽഹംദുലില്ലാ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഉസ്താദിന് നല്ല സന്തോഷമായി. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഉസ്താദിൻ്റെ ജീവിതത്തിൽ അങ്ങനെ പേടിയൊന്നുമില്ല. ഒരു കാര്യത്തിൽ, ഏത് കാര്യത്തിനാണെങ്കിലും ഒരു പേടിയില്ലാതെ എന്ത് ചെയ്യും. ഉസ്താദിൻ്റെ ലക്ഷ്യം എന്താണ്? ലില്ലാഹ്, എല്ലാം അള്ളാഹ് എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യമാകുന്നതിന് 15 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ സംസാരം നിർത്തി. ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളൊക്കെ കുറേ ആളുകൾ പറഞ്ഞു ഉസ്താദിന് വായിൽ പിന്നെ മുറിയായതിന് സംസാരിക്കാൻ പറ്റാതെ. ഞാൻ മനസ്സിലാക്കുന്നത് സംസാരം നിർത്തിയതാണ്. സംസാരം നിർത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര ആളുകളാണ് വരുന്നത്? ഇവരോടൊക്കെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉസ്താദിന് സാധിക്കൂല. പിന്നെ ഈ ലോകത്തുനിന്ന് വിടുകയാണ് എന്നുള്ള 100% ബോധ്യം വന്നപ്പോൾ അതൊക്കെ നിർത്തി വെറും അല്ലാഹ് എന്നുള്ള ദിക്റിലായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. ചെല്ലുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ ചെല്ലപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഉയർത്തി വലൈക്കും അസ്സലാം ആ രൂപത്തിലായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ദറജ അല്ലാഹു യാസ്തിയാക്കി കൊടുക്കട്ടെ. ഒരുപാട് നേരം വെളുക്കോളം ഉസ്താദിനെ പറ്റി പറയാമെന്ന്. ഞാനൊരു പ്രാസംഗികനൊന്നുമല്ല, എൻ്റെ ശൈലിപ്പങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്നറിയില്ല. ഞാൻ വലിയ പൊടിപ്പുന്നൊന്നും വെച്ച് പറഞ്ഞ ആളൊന്നുമല്ല. പക്ഷെ ഉസ്താദിനെ പറ്റി ഇന്ന് നേരം വെളുക്കോളം പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. അല്ലാഹു ചെയ്തൊരു നിഅമത്ത, ബഹുമാനപ്പെട്ടവരുടെ ഒരു മദദ് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനായ ഒന്നിച്ച് മഹാന്മാരായ സാദാത്തുകൾ, ആരിഫ്യങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ ഒന്നിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.